ലെഫ്റ്റ് കൈയും ലെഫ്റ്റ് ലെഗും പാരാലിസിസ് ആയിപ്പോയി. ക്യാൻസർ ആയിരിക്കുമെന്ന് കരുതി അവരുടെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ അത് പിന്നെ ഭേദമായി. പുനർജൻ വഴി അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം തന്നെ തിരികെ കിട്ടി. പുനർജനോടൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായി ഇങ്ങോട്ടേക്ക് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ഇത് സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവർ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടെന്നും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും നമുക്ക് പേഷ്യന്റിനോടും പേഷ്യന്റ് റിലേറ്റീവിനോടും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, പേരെന്താണ്? നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. ഓക്കെ സർ, പേഷ്യന്റ് ആരാ? പേഷ്യന്റ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ബാലരാമഡു. ഓക്കെ, സാറിന്റെ പേര് ബൽറാം അല്ലേ? അതെ, എത്ര വയസ്സുണ്ട് സാറിന്? വയസ്സ് 65 ഉണ്ട്. ഓക്കെ, എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ മെഹബൂബ ഡിസ്ട്രിക്റ്റിൽ ജിയോറ വില്ലേജിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് എന്ത് ക്യാൻസർ ആണ്? അദ്ദേഹത്തിന് ലാസ്റ്റ് ടൈം പാരാലിസിസ് വന്നു. ലെഫ്റ്റ് കൈക്കും ലെഫ്റ്റ് കാലിനും പാരാലിസിസ് വന്നു. ഓക്കെ. പാരാലിസിസ് വന്നപ്പോൾ ചെക്ക് ചെയ്തിട്ട് ടാബ്ലറ്റ് കഴിച്ചു. മാസാമാസം ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം 2 ദിവസം മുൻപ് വയറ്റിൽ വേദന വന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ചെക്ക് ചെയ്ത് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കി. ഓക്കെ. ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, സ്റ്റൊമക് പ്രോബ്ലം മാത്രമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പേഷ്യന്റിന് സ്റ്റൊമക് പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. ഓക്കെ, എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാ ക്യാൻസർ എന്ന് കൺഫേം ആയത്? എൻഡോസ്കോപ്പി ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു മാഡം. ക്യാൻസർ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. അതിൽ സ്റ്റൊമക് ക്യാൻസർ ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് സർജറി ചെയ്യണമെങ്കിൽ അതിനുള്ള ആരോഗ്യമില്ല അദ്ദേഹത്തിന്. സോ കീമോതെറാപ്പി വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കീമോതെറാപ്പി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഹാർട്ട് വീക്കാണ്. അതും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. മെഡിസിൻ കഴിച്ചിട്ട് ഒരു മാസം വരെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് അവിടെ ഞങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് ഓൾറെഡി. ഇദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോൾ ഞങ്ങൾ അയാളോട് സംസാരിച്ചു. ഇവിടുന്ന് മരുന്ന് കഴിക്കുന്നവരാണോ? ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് മരുന്ന് കഴിക്കുന്നതെന്നാ പറഞ്ഞു. ഓക്കെ, ഓൾറെഡി ഇവിടുത്തെ പേഷ്യന്റ് ആണല്ലേ? അതെ, ഒരു 4 മാസമായിട്ട് അയാൾ ഇവിടെ നിന്നാണ് മരുന്ന് കഴിക്കുന്നത്. അദ്ദേഹം ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ ഇവിടെ വന്നേ. ഇവിടെ വന്നതിന് ശേഷം ക്യൂറായി അദ്ദേഹത്തിന്. 100% ഇപ്പോൾ ഫിറ്റായി. നല്ല മാറ്റവും ഉണ്ട് അദ്ദേഹത്തിന്. പുനർജൻ വഴി അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം തന്നെ തിരികെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളാണെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും നേരിട്ട് കണ്ടപ്പോ. സാറിന് അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? ഷൺമുഖം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര്. കൊരുവി വില്ലേജിന്റെ അടുത്തായിട്ട് ഏതാണ്ട് തൊട്ടടുത്ത് തെല്ലാപുരം അങ്ങനെ ഒരു സ്ഥലത്ത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 65 വയസ്സൊക്കെ ആയിട്ടുണ്ടാകും. അദ്ദേഹം വളരെ ധൈര്യത്തോടെ ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായി. പുനർജനിലേക്ക് വന്നാൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, സാറ് പറഞ്ഞോളൂ. സാറിന് വയറുവേദന മാത്രമാണോ ഉണ്ടായിരുന്നത് അതോ മറ്റെന്തെങ്കിലും? മാത്രമേ ഉള്ളൂ, അല്ലാതെ വയറുവേദന മാത്രമാണല്ലേ? പ്രശ്നമൊന്നുമില്ല. ശരി സാർ, മരുന്ന് പറഞ്ഞതുപോലെ കഴിച്ചോളൂ, എല്ലാം മാറിക്കോളൂ. ഓക്കെ, താങ്ക് യു.